2001 പറക്കുന്തളിക റിലീസ് ചെയ്യുന്നത്. ശരിക്കും 2001 ഒരു വയസ്സ് 2001 എന്ന് പറയുന്ന വർഷം ശരിക്കും അന്ന് മലയാള സിനിമയ്ക്ക് ഇത്തിരി മോശം സമയമാണ്. അന്ന് അധികം ഹിറ്റുകളൊന്നും ഇല്ലാതെ ഇരുന്നിരുന്ന ഒരു സമയത്താണ് വളരെ എന്താ പറയാ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു ഹിറ്റ്. അതായത് അങ്ങനെ വലിയ പ്രതീക്ഷ ദിലീപ് അന്ന് അങ്ങനെ വൻ സ്റ്റാർ ഒന്നും അല്ല. അപ്പൊ എനിക്കൊന്ന് തെങ്കാശിപ്പട്ടണം കഴിഞ്ഞ് 2001 തുടക്കം ആ സമയത്താണ് ദോസ്ത് റിലീസ് ആവുന്നത്. 2001 ഫെബ്രുവരിയിലാണ് ദോസ്ത് റിലീസ് ആവുന്നത്. ദോസ്ത് കഴിഞ്ഞിട്ട് പിന്നെ ദിലീപിന് ഒരു 3-4 മാസം സിനിമ ഒന്നും ഇല്ലാത്ത സമയത്താണ് ഈ പറക്കുന്തളിക ഒരു മഴക്കാലത്ത് ജൂലൈ 4 റിലീസ് ആവുന്നത്. അത് ഈ പറഞ്ഞ പോലെ താഹ ഡയറക്ടർ അത്ര വലിയ ഡയറക്ടർ ഒന്നുമല്ല. ഹിറ്റ് സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്, വാരബലം പോലത്തെ സിനിമകളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിന്റെ റൈറ്റർ VR ഗോപാലകൃഷ്ണൻ, ഈ പറഞ്ഞ നമ്മളെ വന്ദനം പോലത്തെ സിനിമകളുടെയൊക്കെ റൈറ്റർ. അപ്പോൾ ദിലീപ് ഹരിശ്രീ അശോകൻ ഒരു സിനിമ ഇറങ്ങുന്നു എന്നുള്ള ഒരു ആവറേജ് പോകുന്ന ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഇറങ്ങുന്നു. അന്ന് ആ ഒരു മഴക്കാലത്ത് ഉണ്ടായിരുന്ന ഒരു കളക്ഷൻ, ശരിക്ക് ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ ശരിക്കും രാവണപ്രഭുവാണ്. 2001 ഓണത്തിന് റിലീസ് ചെയ്ത രാവണപ്രഭുവാണ് ശരിക്കും ആ വർഷത്തെ ഏറ്റവും വലിയ കളക്ട് ചെയ്ത സിനിമ. പക്ഷെ ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കിയ സിനിമ അന്നത്തെ റിപ്പോർട്ടിൽ പറക്കുതള്ളികയായിരുന്നു. പക്ഷെ അത് അങ്ങനെ അല്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം എവിടെ നോക്കിയാലും കോമഡി, ഒരാള് വരുന്നു അടുത്ത ആള് കൗണ്ടർ അടിക്കുന്നു. സ്ലാപ്സ്റ്റിക് കോമഡി ശരിക്ക് അതിനു മുമ്പ് പറക്കുന്തളിയാണ് ശരിക്കും ആ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു പറയാം. കാരണം അതിൽ നമ്മളിപ്പോ ശ്രദ്ധിച്ചാൽ ഒരു ലോജിക്കും ഇല്ല. അതിൽ ആ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോയിട്ടുള്ള ആ ടോം ആൻഡ് ജെറി കളിയൊക്കെ ഉണ്ടല്ലോ, അത് സ്ലാപ്സ്റ്റിക് സാധനം. അതിനു മുമ്പ് പഞ്ചാബി ഹൗസും തെങ്കാശിപ്പട്ടണം പോലത്തെ സിനിമകളൊക്കെ ഈ ആൾമാറാട്ട കളികളൊക്കെ ഉണ്ടെങ്കിൽ പ്യുവർ സ്ലാപ്സ്റ്റിക് സാധനം ഈ പറക്കുന്തളിയിലാണ് വരുന്നത്. എനിക്ക് തോന്നുന്ന ഒരു കാര്യം പറയട്ടെ, ഇപ്പൊ ഞാൻ പൊതുവെ മലയാളം മൂവീസിൽ നമ്മള് സിറ്റുവേഷണൽ കോമഡീസ് കൂടുതലാണ്. പക്ഷെ ഇപ്പൊ ഈ കൊച്ചിൻ ഹനീഫയുടെ വീട്ടിൽ പോകുന്നു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമ്മള് നോക്കുകയാണെങ്കിൽ നമ്മുടെ ചാർലി ചാപ്ലിൻ മൂവീസിലൊക്കെ നമുക്ക് ആയിക്കോളും. അങ്ങനത്തെ സാധനം നമ്മുടെ മലയാളം മൂവീസിൽ ഇത് ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. ഇപ്പൊ പറക്കുന്തളികൾക്ക് ശേഷം ഉണ്ടോന്ന് ചോദിച്ചാല് അങ്ങനെ നോട്ടബിൾ ആയിട്ട് നമ്മുടെ മനസ്സിലിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സീൻസും ഇല്ല. പക്ഷെ ആ പറക്കുന്തളികയുടെ എപ്പ കണ്ടാലും അല്ലെങ്കിൽ ആ ഒരു സീൻ കാണാൻ വേണ്ടിയിട്ട് ഞാൻ വെയിറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ആ ഒരു സീൻ ഭയങ്കരമായിട്ടൊരു ഫേവറേറ്റ് ആണ്, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു സീൻ. അപ്പൊ നമ്മൾ പൊതുവെ മലയാളം ഓഡിയൻസ് ലോജിക് ആൾക്കാരാണല്ലോ. പക്ഷെ ലോജിക് ഒന്നും നോക്കാണ്ട് ആ സീന് അത്രയും അടിപൊളിയായിട്ട് വെച്ച്